ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് പ്ലാനിംഗ് എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അതുപോലെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവയുടെ എല്ലാ ലിങ്കുകളും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ ഈ വീഡിയോൻ്റെ എൻ്റെ സ്ക്രീനിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് പ്ലാനിംഗ് എന്നുള്ളത് നോക്കാം. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് പ്ലാനിംഗ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. പ്ലാനിംഗ് അത്ര എളുപ്പമുള്ളൊരു ജോലിയല്ല. വേരിയസ് ബാരിയേഴ്സ് ക്യാൻ ഇൻഹിബിറ്റ് സക്സസ്ഫുൾ പ്ലാനിംഗ്. നമ്മൾ വളരെ വിജയകരമായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇൻ ഓർഡർ ഫോർ പ്ലാൻസ് ടു ബി ഇഫക്റ്റീവ് ആൻഡ് ഈൽഡ് ദ ഡിസൈർഡ് റിസൾട്ട്, നമ്മൾ പ്ലാനിങ് വളരെ ഇഫക്റ്റീവ് ആവണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ, ഈൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാനേജേഴ്സ് മസ്റ്റ് ഐഡൻറ്റിഫൈ എനി പൊട്ടൻഷ്യൽ ബാരിയേഴ്സ് ആൻഡ് വർക്ക് ടു ഓവർകം. മാനേജേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ബാരിയേഴ്സിനെ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ മാത്രമേ നമുക്ക് പ്ലാനിങ് സക്സസ്ഫുൾ ആക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഈൽഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ ബാരിയേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡിഫിക്കൽട്ടി ഓഫ് അക്യുറേറ്റ് പ്രിമൈസിങ്. കൃത്യമായിട്ട് പ്രിമൈസ് ചെയ്യാൻ, ഫോർകാസ്റ്റ് ചെയ്യാനുള്ള പ്രയാസം. പ്ലാനിങ് എക്സസൈസ് ഈസ് അണ്ടർടേക്കൻ അണ്ടർ സർട്ടൻ അസംഷൻസ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് which are determined by a large number of factors to the environment. പ്ലാനിങ് നമ്മൾ നടത്തുന്നത് ഫ്യൂച്ചർ ഇവൻറ്റുകളെ സംബന്ധിച്ചുള്ള ചില അസംഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കറിയാം, അല്ലേ? അതിനെയാണ് നമ്മൾ പ്രൊമൈസസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈസ് അണ്ടർടേക്കൻ അണ്ടർ സർട്ടൻ അസംഷൻസ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് വിച്ച് ആർ ഡിറ്റർമിൻഡ് ബൈ ലാർജ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ടു ദി എൻവയോൺമെൻറ്റ്. ആ ഫ്യൂച്ചർ ഇവൻറ്റുകളെല്ലാം തന്നെ തീരുമാനിക്കപ്പെടുന്നത് ഏതിൻ്റെ ബേസിസിലാണ്? നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്യൂച്ചർ ഇവൻറ്റുകൾ കിടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അസംഷൻസ് എടുക്കുക എന്നുള്ളത് പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വൺ ഓഫ് ദി ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഇൻ പ്ലാനിങ് ഈസ് ദ ഡിഫിക്കൽട്ടി ഓഫ് ഫോർമുലേറ്റിംഗ് ദ കറക്റ്റ് പ്ലാനിങ് പ്രിമൈസസ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് പ്രിമൈസസ്, പ്ലാനിങ് ഫോർകാസ്റ്റ്സ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിലെ ഏറ്റവും വലിയൊരു പ്രയാസമുള്ള കാര്യം, ഏറ്റവും വലിയൊരു ലിമിറ്റിംഗ് ഫാക്ടർ, നമ്മുടെ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് പ്ലാനിങ് ക്ലൈമറ്റ്. പ്ലാൻ ചെയ്യണമെങ്കിൽ നല്ലൊരു സാഹചര്യം ഉണ്ടായിരിക്കണം. അതിൻ്റെ അഭാവം പ്ലാനിങ്ങിനെ സ്വാധീനിക്കും. ലാക്ക് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് പ്ലാനിങ് ക്ലൈമറ്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ഈസ് വൺ ഓഫ് ദ ബാരിയർ ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ബാരിയറാണ് ഓർഗനൈസേഷനകത്ത് വേണ്ടത്ര നല്ല ഒരു പ്ലാനിങ് ക്ലൈമറ്റ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. ദർ മേ ബി ലാക്ക് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് എല്ലായ്പ്പോഴും താഴെ ലെവലിലുള്ളവർക്ക് കിട്ടണമെന്നില്ല. താഴെ ലെവലിൽ, മാനേജീരിയൽ ലെവലിൽ പ്ലാനിങ് ഒക്കെ നടത്തണമെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടണമെന്നില്ല. The manager's superiors, മാനേജറുടെ സുപ്പീരിയേഴ്സ് മേ ഫോർ ഇൻസ്റ്റൻസ് ബി പെർസീവ്ഡ് ആസ് ബീയിങ് അൺകമ്മിറ്റഡ്. അത് കമ്മിറ്റഡ് അല്ലാതെ അവർ പെരുമാറിയേക്കാം. ഓർ ഈവൻ ഹോസ്റ്റൈൽ ടു പ്ലാനിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം, അവർ എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം. ആൻഡ് ദ യൂസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നിടത്തൊക്കെ അവർ അൺകമ്മിറ്റഡായി ബിഹേവ് ചെയ്തേക്കാം. ദെൻ ഇൻറ്റേർണൽ ഇൻഫ്ലെക്സിബിലിറ്റി. നമ്മുടെ ഓർഗനൈസേഷനകത്ത് കാര്യങ്ങൾ വേണ്ടത്ര ഫ്ലെക്സിബിൾ അല്ലാതെ വരുന്ന സിറ്റുവേഷൻ. അറ്റ് ദ ടൈം ഓഫ് പ്ലാനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഇറ്റ്സ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, പ്രോഗ്രാംസ് എക്സെട്ര ഡിറ്റർമിൻ. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് തീരുമാനിക്കുന്നതോടെ കൂടെ തന്നെ അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് കുറേ സബ് പ്ലാനുകളായിട്ട് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, പ്രോഗ്രാംസ് ഇതെല്ലാം നമ്മൾ തീരുമാനിച്ച് വെക്കുന്നുണ്ടായിരിക്കും. It is very difficult to bring in change time and again. It is known as internal inflexibility. അപ്പം ഇതിനകത്ത് ഒക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരിക, കാരണം എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ പ്ലാനിൽ വരുത്തണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ആ മാറ്റങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റേർണൽ ഇൻഫ്ലെക്സിബിലിറ്റി. അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. Then external inflexibility. External inflexibility means various external factors that cause limited flexibility in planning. കുറേ ബിസിനസ്സിന് പുറത്ത് കിടക്കുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അവയെല്ലാം തന്നെ നമ്മളുടെ പ്ലാൻ ചെയ്യുന്നതിനുള്ള ഫ്ലെക്സിബിലിറ്റിയെ ഒരുപക്ഷെ തടസ്സപ്പെടുത്താറുണ്ട്. അവയാണ് നമ്മൾ എക്സ്റ്റേണൽ ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് ഇഫക്റ്റഡ് ബൈ സർട്ടൺ ഫാക്ടേഴ്സ് വിച്ച് ആർ നോട്ട് വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദി പ്ലാനേഴ്സ്. പ്ലാനേഴ്സിൻ്റെ കൺട്രോളിലൊന്നും ഇല്ലാത്ത
കാര്യങ്ങൾ, അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ഘടകങ്ങൾ പ്ലാനിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്. അവയിൽ വരുന്നതാണ് ദീസ് ഫാക്ടേഴ്സ് ആർ പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ. ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്നതാണ് നമുക്കറിയാം. ബിസിനസ് ഓർഗനൈസേഷന് പുറമേയുള്ള കാര്യങ്ങളാണ്, ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും എല്ലാം തന്നെ പ്ലാനിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറ്റ് ദ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ പുട്ട് എ ലിമിറ്റേഷൻ ടു പ്ലാനിങ്. നാഷണൽ ലെവലിലാണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ പോലും അത് പ്ലാനിങ്ങിന് ഒരുപാട് ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമല്ല എങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. ചെയ്ത പ്ലാൻ തന്നെ നമുക്ക് മാറ്റേണ്ടി വന്നു എന്നൊക്കെ വരാം. അപ്പോൾ ഒത്തിരി ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ദ വേരിയസ് പോളിസീസ് ഓഫ് ദി ഗവൺമെൻറ്റിൻ്റെ പല പല നയങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രേഡ് പോളിസി, ടാക്സ് പോളിസി, ഇമ്പോർട്ട് പോളിസി, സ്റ്റേറ്റ് ട്രേഡിംഗ് മീൻസ് കച്ചവട തന്ത്രങ്ങളൊക്കെ, രാജ്യത്തിൻ്റെ കച്ചവട തന്ത്രങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ പ്ലാനിങ്ങിനെ ബാധിക്കുന്നുണ്ട് അല്ലേ. ഇമ്പോർട്ട് പോളിസി, ഇമ്പോർട്ടിനെ പെട്ടെന്ന് അങ്ങ് റെസ്ട്രിക്ട് ചെയ്തു. നമ്മൾ അതിന് കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടൊരു കാര്യം ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ഇമ്പോർട്ട് പിന്നെ വല്ലാണ്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലൊരു നയം ഗവൺമെൻറ് കൊണ്ടുവരിക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ നമുക്ക് മൊത്തം മാറ്റേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റിയത് ഒന്നൊക്കെ വരാം. അപ്പം അതെല്ലാം തന്നെ മേക്ക് പ്ലാൻസ് ഓഫ് ബിസിനസ് കൺസേൺ വർക്ക്ലെസ്. ഒരുപക്ഷെ ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്ലാനുകൾ മൂല്യമില്ലാതെ ആക്കിയെന്ന് വരാം. ആദ്യം പ്ലാൻ ചെയ്ത കാര്യം പിന്നെ ഒന്നിനും പറ്റാത്തതാക്കിയെന്ന് വരാം. ദെൻ സ്ട്രോങ് ട്രേഡ് യൂണിയൻസ് ഓൾസോ ടെൻ ടു റെസ്ട്രിക്ട് പ്ലാനിങ്. സ്ട്രോങ് ട്രേഡ് യൂണിയൻ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിലും അതും പ്ലാനിങ്ങിന് ഒരുപാട് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഒരു ഓർഗനൈസേഷനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന കാലത്തൊക്കെ ഭയങ്കര എതിർപ്പ് ട്രേഡ് യൂണിയൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പല ജോലികളും ഓട്ടോമാറ്റിക്കായി പോകും. അപ്പോൾ അത് പ്രകാരം എംപ്ലോയീസിന് തൊഴിൽ നഷ്ടപ്പെടും. കാരണം എംപ്ലോയീസിന് വേണ്ടിയുള്ളതാണല്ലോ ട്രേഡ് യൂണിയൻസ്. അപ്പോൾ അങ്ങനെ എംപ്ലോയീസിന് തൊഴിലവസരങ്ങൾ ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പീഡായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഇത്തിരി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന കാര്യമാണ് അതിന്. അപ്പോൾ അത്തരം പ്ലാനുകൾ കൊണ്ടുവരാനും അത് നടപ്പിൽ വരുത്താനൊക്കെ ഈ ട്രേഡ് യൂണിയനുകൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്ട്രോങ് ട്രേഡ് യൂണിയൻസ് ഉണ്ടെങ്കിൽ അത് പ്ലാനിങ്ങിനെ ഒരുപാട് തടസ്സപ്പെടുത്തുന്നുണ്ട്. Similarly, technological development are taking place very rapidly, making the existing machines obsolete. അതുപോലെ തന്നെ നമ്മൾ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ ഫാസ്റ്റായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള മെഷീനുകളും മറ്റൊക്കെ തന്നെ ഒബ്സലീറ്റ് ആവും. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പ്ലാനുകൾ അതോടൊപ്പം തന്നെ ഒബ്സലീറ്റ് ആയി പോകും. Then all these factors are external and management has least control over them. ഇതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇതിലൊന്നും മാനേജ്മെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഒട്ടും കൺട്രോളില്ല. ഹാസ് ലീസ്റ്റ് കൺട്രോൾ ഓവർ ദം, ഒട്ടും കൺട്രോളില്ല. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അൺസർട്ടനിറ്റി, അനിശ്ചിതാവസ്ഥ. Due to complexity and changes, planners and managers do not have complete information about all factors influencing the decision. നമ്മൾ പറഞ്ഞു പ്ലാനിങ് പ്രിമൈസസിനെ ബേസ് ചെയ്തിട്ട്, ഫോർകാസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ ഡിസിഷനെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ചെല്ലാം തന്നെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ മാനേജേഴ്സിന് കിട്ടണമെന്നില്ല. കാരണം അത്രയും കോംപ്ലക്സ് ആണ് നമ്മുടെ എൻവയോൺമെൻറ്റ്, ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാനേജേഴ്സിനും മാനേജേഴ്സിനും അതെല്ലാം തന്നെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കിട്ടണമെന്നില്ല. ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കണമെന്നില്ല. ദെൻ ഇനബിലിറ്റി ടു പ്ലാൻ ഓർ ഇനാഡിക്വേറ്റ് പ്ലാനിങ്. പ്ലാൻ ചെയ്യാനുള്ള കഴിവില്ലായ്മ ഉണ്ടാവാം. മാനേജേഴ്സ് ആർ നോട്ട് ബോൺ വിത്ത് എബിലിറ്റി ടു പ്ലാൻ. മാനേജേഴ്സ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യാനുള്ള കഴിവോടുകൂടി ജനിക്കുന്നവരല്ല. സം മാനേജേഴ്സ് ആർ നോട്ട് സക്സസ്ഫുൾ പ്ലാനേഴ്സ് ബിക്കോസ് ദേ ലാക്ക് ദ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് ഓർ എബിലിറ്റി. ചില മാനേജേഴ്സ് ഒന്നും സക്സസ്ഫുൾ പ്ലാനേഴ്സ് അല്ല, കാരണം അവർക്ക് അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു എഡ്യൂക്കേഷൻ കിട്ടാത്തവരാവും, അല്ലെങ്കിൽ അതിന് ജന്മസിദ്ധമായിട്ടുള്ള കഴിവില്ലാത്തവരാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേഴ്സ് മേ ഹാവ് നെവർ ബീൻ ടോട്ട് ഹൗ ടു പ്ലാൻ. ചിലരാണെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പഠിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പം വെൻ ദീസ് ടു ടൈപ്സ് ഓഫ് മാനേജേഴ്സ് ടേക്ക് ടൈം ടു പ്ലാൻ. അപ്പോൾ ഇത്തരം ആളുകൾ, ഇത്തരത്തിലുള്ള മാനേജേഴ്സ് ഒട്ടും ഇത് പഠിക്കാത്ത ആളുകളാവുക, ഇനി പഠിച്ചാൽ തന്നെയും അതിന് എബിലിറ്റി ഇല്ലാത്തവരാവുക, അവരെല്ലാം തന്നെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ദേ മേ നോട്ട് നോ ഹൗ ടു കണ്ടക്ട് പ്ലാനിങ് ആസ് എ പ്രോസസ്. പ്ലാനിങ് എങ്ങനെ ഒരു പ്രോസസ്സായിട്ട് നടപ്പിലാക്കാം എന്ന് പോലും അവർക്ക് അറിയണമെന്നുണ്ടാവില്ല. അവരൊരുപാട് സമയമെടുക്കും. അപ്പോൾ അതെല്ലാം തന്നെ പ്ലാനിങ്ങിന് ഗുണകരമല്ലാതെ ആക്കിയെന്ന് വരാം. സബ് സ്റ്റാൻഡേർഡ് ഇൻഫോർമേഷൻ. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ക്വാളിറ്റി കുറഞ്ഞ ഇൻഫോർമേഷൻ ആണെങ്കിലും അത് പ്ലാനിങ്ങിനെ നന്നായിട്ട് സ്വാധീനിക്കും. ഫാക്ട്സ് ദാറ്റ് ആർ ഔട്ട് ഓഫ് ഡേറ്റ്, ഓഫ് പുവർ ക്വാളിറ്റി ഓർ ഓഫ് ഇൻസഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ക്യാൻ ബി മേജർ ബാരിയേഴ്സ് ടു പ്ലാനിങ്.
ഔട്ട് ഓഫ് ഡേറ്റ് ആയ സമയം കഴിഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ. അപ്പം ഏതൊരു ഇൻഫോർമേഷൻ ആണെങ്കിലും ഓൺ ടൈമിന് കിട്ടുമ്പോഴേ അതിന് വാല്യൂ ഉള്ളൂ. ആ സംഭവമൊക്കെ കഴിഞ്ഞ് ഒട്ടും പ്രസക്തിയില്ലാത്തൊരു കാലത്ത് അത് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആവുക, പുവർ ക്വാളിറ്റി, കുറേ തെറ്റുകളും മറ്റുമൊക്കെ മിസ്റ്റേക്സ് ഉള്ള ഫാക്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻസഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി, എല്ലാം ഓക്കെയാണ് പക്ഷെ വേണ്ടത്ര അളവിലില്ല, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ അത് പ്ലാനിങ്ങിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. No matter how well managers plan, if they are basing their planning on inferior information, their plans will probably fail. മാനേജേഴ്സ് അവരുടെ അവരുടെ പ്ലാനിങ് നടത്തുന്നത് ഇൻഫീരിയർ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ അവർ എത്ര നന്നായി പ്ലാൻ ചെയ്തു എന്നുള്ള വിഷയമല്ല. നോ മാറ്റർ ഹൗ വെൽ മാനേജേഴ്സ് പ്ലാൻ, അവർ എത്രത്തോളം നന്നായി ചെയ്തു എന്ന വിഷയമല്ല. ദെയർ പ്ലാൻസ് വിൽ പ്രോബ്ലി ഫെയിൽ. ഇൻഫീരിയർ ഇൻഫർമേഷൻ ആണെങ്കിൽ അവരുടെ പ്ലാൻ തീർച്ചയായിട്ടും ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. Then procedural inflexibility. Procedural inflexibility and continued pressure on line managers to act quickly. ലെവൽ മാനേജേഴ്സ് ഡിസൈഡ് ചെയ്തിരിക്കുന്ന മെയിൻ പ്ലാനിനെ, മെയിൻ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് വേണം ലൈൻ മാനേജേഴ്സ് അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജേഴ്സ് കാര്യങ്ങൾ തീരുമാനിക്കാൻ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊസീജിയറൽ ഇൻഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് വേണ്ടത്ര അവരുടേതായ അവർക്ക് വേണ്ടത്ര സമയമെടുത്ത് അവരുടേതായ ഇഷ്ടത്തിന് അത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ടോപ്പ് ലെവലിന് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കണം, വളരെ പെട്ടെന്ന് പ്ലാൻ തയ്യാറാക്കണം എന്നുള്ള കണ്ടിന്യൂഡ് പ്രഷറും ഉണ്ടായിന്ന് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സോ ദാറ്റ് ദർ ഈസ് നോ സഫിഷ്യൻറ്റ് ടൈം ടു പ്രിപ്പയർ ഇഫക്റ്റീവ് പ്ലാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവായിട്ട് പ്ലാനുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടത്ര സമയം അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അങ്ങനെ വേണ്ടത്ര സമയം എടുക്കാണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ ഇഫക്റ്റീവ് ആവണമെന്നില്ല. ഇറ്റ് മേ ക്രിയേറ്റ് സീവിയർ പ്രോബ്ലം ഫോർ ദോസ് ഹു ഹാവ് ടു ഫോർകാസ്റ്റ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. അപ്പോൾ ഇത്തരത്തിൽ വളരെ സ്പീഡായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുകയും ആക്ട് ചെയ്യുകയും ചെയ്യേണ്ടവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് ഓർ ഇറ്റ് ക്രിയേറ്റ് സീവിയർ പ്രോബ്ലംസ്. ദെൻ ലാക്ക് ഓഫ് നോളജ് ഇൻ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്. ഫോർകാസ്റ്റിംഗ് ടെക്നിക്കിൽ വേണ്ടത്ര നോളജ് ഇല്ലാത്തത് പ്ലാനിങ്ങിനെ സ്വാധീനിക്കുന്ന, മോശമായിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ദ വെരി പ്രോസസ് ഓഫ് forecasting essential for planning is complicated and inexact. Knowledge in forecasting techniques. ഫോർകാസ്റ്റിംഗ് ടെക്നിക്കുള്ള നോളജിൻ്റെ അഭാവം നമ്മുടെ പ്ലാനിങ്ങിനെ നന്നായിട്ട് സ്വാധീനിക്കാറുണ്ട്. ദ വെരി പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഈസ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇൻഎക്സാക്ട്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ പ്ലാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ ആയിട്ടുള്ള അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇൻഎക്സാക്റ്റ് ആണ്. എപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. വേരിയസ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ് ടെക്നിക്സ് നൗ ഇൻ യൂസ്. ഇപ്പം പ്രാബല്യത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള വിവിധ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ് ടെക്നിക്കുകളെല്ലാം തന്നെ റിക്വയർ സൗണ്ട് നോളജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് ഫോർ മാനേജേഴ്സ്. മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സിലാണെങ്കിലും ഓപ്പറേഷൻസ് റിസർച്ചിലാണെങ്കിലും നല്ല നോളജ് ആവശ്യമാണ്. Therefore, lack of ability in this area or lack of training in quantitative methods to planning creates insuperable difficulties. ഈ ഒരു ഏരിയയിലുള്ള നോളജിൻ്റെ അഭാവം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനകത്ത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല എങ്കിൽ ക്രിയേറ്റ്സ് ഇൻസ്യൂപ്പറബിൾ ഡിഫിക്കൽറ്റീസ്. ഒരിക്കലും തരണം ചെയ്യാൻ പറ്റാത്ത വിധം, ഓവർകം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാനേജേഴ്സിനത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നേരത്ത് പ്ലാനിങ് ഇഫക്റ്റീവ് അല്ലാതായി എന്ന് വരാം. ദെൻ ടെക്നിക്കൽ പ്രോബ്ലംസ്. Technical problems which occur frequently are major source of difficulty for managerial planner. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ടെക്നിക്കൽ പ്രോബ്ലംസും മാനേജീരിയൽ പ്ലാനറെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇഫ് ദ മാനേജർ ഈസ് ഡെഫിഷ്യൻറ്റ് ഇൻ ഓർഗനൈസിംഗ് എബിലിറ്റി, ഹി വിൽ ബി unable to understand or solve some of the technical organization problems which accompany planning. മാനേജർ ഓർഗനൈസിങ് എബിലിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഹി വിൽ ബി അണേബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓർ സോൾവ് സം ഓഫ് ദി ടെക്നിക്കൽ ഓർഗനൈസേഷൻ പ്രോബ്ലംസ് വിച്ച് അക്കമ്പനി പ്ലാനിങ്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ടെക്നിക്കൽ ഓർഗനൈസേഷൻ പ്രോബ്ലംസ് മനസ്സിലാക്കുന്നതിനോ അത് സോൾവ് ചെയ്യുന്നതിനോ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചോളണമെന്നില്ല. സൈക്കോളജിക്കൽ ഡിഫിക്കൽട്ടീസ്. These difficulties mainly arise from lack of confidence among planners. പ്ലാനേഴ്സിൻ്റെ ഇടയിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്നുമാണ് ഇത്തരം ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നത്. If there is fear of the future, then there may be a preference for day-to-day activities without considering the future. ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് നല്ല ഭയം ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ കൺസിഡർ ചെയ്യാതെ അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് മുൻഗണന കൊടുത്തു എന്ന് വരാം. ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പ്ലാനിംഗ് ഒന്നും അവർ നടത്തിയില്ല എന്ന് വരാം.
Moreover, the fear to add one's workload may also inhibit the desire to plan. കൂടാതെ ഒരാളുടെ വർക്ക് ലോഡ് കൂട്ടും ഒരു പർട്ടിക്കുലർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ മേ ഓൾസോ ഇൻഹിബിറ്റ് ദ ഡിസയർ ടു പ്ലാൻ. അവർ ആ ഒരു പ്ലാൻ ചെയ്യാനുള്ള ആ ഒരു താല്പര്യം അത് തടസ്സപ്പെടുത്തും. A manager's attitude may be such that he prefers playing safe or he avoids risk taking, which is inherent in most planning activity. മാനേജേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാവാം? വളരെ സേഫായിട്ട് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഏറ്റെടുക്കാതെ വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള മാനേജേഴ്സ് ഉണ്ടാവാം. വിച്ച് ഈസ് ഇൻഹറൻറ്റ് ഇൻ മോസ്റ്റ് പ്ലാനിങ് ആക്ടിവിറ്റി. ഒട്ടുമിക്ക പ്ലാനിങ് ആക്ടിവിറ്റിയുടെയും പിന്നിലുള്ള ഘടകം അങ്ങനെ തന്നെ ആയിരിക്കും. ഹി മേ ബി ഓവർ കോൺഫിഡൻറ്റ്, ഭയങ്കര കോൺഫിഡൻ്റ് ആവാം ആസ് ടു ദ പ്രസൻറ്റിനെ കുറിച്ച്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ വളരെ ഓക്കെയാണ്, ഇത് മതി എല്ലാത്തിനും, അങ്ങനെ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആവാം. ഓർ ഓവർ പെസിമിസ്റ്റിക് ആസ് ടു ദ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കര പെസിമിസ്റ്റിക് ആവാം. ഫ്യൂച്ചർ ഒട്ടും ശരിയാണെന്നില്ല, ഫ്യൂച്ചറിൽ എന്തെങ്കിലും നേടാൻ പറ്റണമെന്നില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പെസിമിസ്റ്റിക് ആയി എന്ന് വരാം. He may feel that there is hardly any point in planning for a recession which might deepen. വളരെ ഡീപ്പൺ ആയിട്ടുള്ള ഒരു റെസഷൻ വരുന്ന സമയത്ത് അവിടെ ഇനി പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം കൈവിട്ട് പോയിട്ടുണ്ട്, ഒന്നും ചെയ്യണ്ട, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവാം. His approach may be completely non-rational in relation to the essence of planning. പ്ലാനിങ്ങിൻ്റെ എസെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ അപ്രോച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ റാഷണൽ ആവാം. റാഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യകാരണ ബന്ധമൊക്കെ അന്വേഷിച്ച് പിടിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. നോൺ റാഷണൽ എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, വെറും ഒരു ഊഹം വെച്ച് അതെങ്ങനെയൊക്കെ ആവാം ഇങ്ങനെ ആവാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ അങ്ങനത്തെ അപ്രോച്ച് ആവാം. അപ്പോൾ ഇങ്ങനത്തെ മാനസികാവസ്ഥയൊക്കെ ഉള്ളാകുമ്പം ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് പ്ലാനിങ്ങിനെ മോശമായിട്ട് ബാധിച്ചേക്കാം. നല്ല ഇഫക്റ്റീവായിട്ടുള്ള പ്ലാനിങ് അവിടെ ഉണ്ടാവണമെന്നില്ല. കൺസ്ട്രെയിൻസ്, ബിസിനസ്സിനെ ബാധിക്കുന്ന ഒത്തിരി തടസ്സങ്ങളാണ്. Another major obstacle to planning arises due to constraints that limit what an organization can do. ഒരു ഓർഗനൈസേഷൻ എന്താണോ ചെയ്യാൻ കഴിയുക അതിനെ ലിമിറ്റ് ചെയ്യുന്ന ഒത്തിരി കൺസ്ട്രെയിൻസ് ഓർഗനൈസേഷന് മുമ്പിലുണ്ട്. അത് ആരെയും ബാധിക്കും? പ്ലാനിങ്ങിനെയും ബാധിക്കും. അത് പ്ലാനിങ്ങിൻ്റെ ഒബ്സ്റ്റാക്കിൾസ് ആവാം, അല്ലെങ്കിൽ പ്ലാനിങ്ങിന് മുമ്പിലുള്ളൊരു ബേർഡൻ ആവാം, ബാരിയർ ആവാം. ഫോർ എക്സാമ്പിൾ, ആൻ ഓർഗനൈസേഷൻ മേ ഹാവ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പ്ലാന്റിലും എക്യുപ്മെൻറ്റ് വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിന് പിന്നെ ഒരു പുതിയൊരു എക്യുപ്മെൻറ്റോ മറ്റോ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു തടസ്സമാവാം. കാരണം ഓൾറെഡി ആ സെറ്റിൽ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് പാടില്ല എന്ന് വന്നു വരാം. അപ്പം അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. ലേബർ കോൺട്രാക്ട്സ് ക്യാൻ ഓൾസോ ബി മേജർ കൺസ്ട്രെയിൻ. ലേബർ കോൺട്രാക്റ്റും വലിയൊരു കൺസ്ട്രെയിൻ്റ് ആവാറുണ്ട്. കാരണം ഒരു സെർട്ടൺ പീരിയഡിലേക്കുള്ള കോൺട്രാക്റ്റ് ആയിരിക്കാം, അതുവരേക്ക് അതിലൊരു മാറ്റം നമുക്ക് വരുത്താൻ പറ്റില്ല. അപ്പോൾ അത്തരം ലേബേഴ്സിനെയൊക്കെ തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലൊരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് നടക്കില്ല. ലേബർ കോൺട്രാക്ട്സ് വലിയൊരു കൺസ്ട്രെയിൻ്റ് ആയേക്കാം. അതർ പോസിബിൾ കൺസ്ട്രെയിൻസ് ഇൻക്ലൂഡ് ഗവൺമെൻറ് റെഗുലേഷൻസ്, ഷോർട്ടേജ് ഓഫ് മാനേജീരിയൽ ടാലൻറ്റ്, സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ അഭാവം. ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള കൺസ്ട്രെയിൻറ്റുകളാണ് ഓർഗനൈസേഷൻ്റെ മുമ്പിലുള്ളത്. ഇതെല്ലാം ആരുടെയും കൺസ്ട്രെയിൻ്റ് ആവും? പ്ലാനിങ്ങിൻ്റെയും കൺസ്ട്രെയിൻസ് ആവും എന്നാണ് പറയുന്നത്. ദെൻ റിലക്റ്റൻസ് ഓഫ് മാനേജേഴ്സിൻ്റെ വിമുഖത, എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനുള്ള വിരക്തി, അത് തയ്യാറല്ലായ്മ. അനദർ ബാരിയർ ടു ഇഫക്റ്റീവ് planning is the reluctance on the part of some managers to establish goals for themselves and their units of responsibilities. പ്ലാനിങ്ങിൻ്റെ മറ്റൊരു ബാരിയറാണ് the reluctance on the part of some managers to establish goals for themselves and their units of responsibilities. അവരുടെ യൂണിറ്റ്സിനോ അല്ലെങ്കിൽ അവർ സ്വയമോ അവരുടെ ഗോളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ മാനേജേഴ്സിന് താല്പര്യമില്ലായ്മ, അവരുടെ ഒരു വിരക്തി പ്ലാനിങ്ങിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. ദ മെയിൻ റീസൺ ഫോർ ദിസ് റിലക്റ്റൻസ് ഈസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓർ ഫിയർ ഓഫ് ഫെയിലിയർ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്, പരാജയപ്പെടുമോ എന്നുള്ള പേടിയാണ്. എ മാനേജർ ഇൻ റിലക്റ്റൻറ്റ് ടു ഡിസ്ക്ലോസ് ഹിസ് ഫെയിലിയർ. ഒരു മാനേജർ അയാളുടെ പരാജയം മറ്റുള്ളവരെ അറിയിക്കുന്നതിന് ഇഷ്ടപ്പെടില്ല, വിരക്തി ഉണ്ടാകും. അപ്പം ആ ഒരു ഫെയിലിയർ, തൻ്റെ കഴിവില്ലായ്മ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി അവർ ആദ്യമേ എന്ത് ചെയ്യും? കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് മാനേജേഴ്സ് ട്രൈ ടു അവോയ്ഡ് ദിസ് ഡിഗ്രി ഓഫ് അക്കൗണ്ടബിലിറ്റി കോൺഷ്യസ്ലി. അപ്പം ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അവർ ഏറ്റെടുക്കാതിരിക്കും, ബോധപൂർവം അവർ അതിൽ നിന്നും പിൻവാങ്ങും. അൺകോൺഷ്യസ്ലി വിച്ച് വിൽ ഹിൻഡർ ദ പ്ലാനിങ് എഫേർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനെ കോൺഷ്യസ്ലിയോ അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലിയോ ഇത്തരം കാര്യങ്ങളിൽ നിന്നും അവർ പിൻവാങ്ങുമ്പം അത് ഓർഗനൈസേഷൻ്റെ പ്ലാനിങ് എഫേർട്ടിനെ ഒരുപാട് തടസ്സപ്പെടുത്തുന്നുണ്ട്. പല കാര്യങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറല്ലാണ്ടിരിക്കും, അതുകൊണ്ട് തന്നെ അത് പ്ലാൻ ചെയ്യാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
വേരിയസ് അതർ ഫാക്ടേഴ്സ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു എ മാനേജേഴ്സ് റിലക്ടൻസ് ടു എസ്റ്റാബ്ലിഷ് ഗോൾസ്. ഇത്തരത്തിൽ ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഒരു മാനേജേഴ്സിനെ തടസ്സപ്പെടുത്തുന്ന മറ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എബിലിറ്റി, കഴിവില്ലായ്മ ഉണ്ടാകും, ചെയ്യാൻ അറിയില്ല, പിന്നെ എന്താ ചെയ്യുക, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, വേണ്ടത്ര ഇൻഫർമേഷൻ ഇല്ല, ഒരു പുവർ റിവാർഡ് സിസ്റ്റം, ഇത്രയൊക്കെ എഫേർട്ട് എടുത്താലും റിവാർഡ് വേണ്ടത്ര ഇല്ല, വേണ്ടത്ര സാലറിയോ കാര്യമോ ഇൻക്രിമെൻറ്റോ ഒന്നും കൊടുക്കുന്നില്ല, അപ്പോൾ പിന്നെ ആദ്യമേ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവണമെന്നില്ല, അത്രയൊക്കെ മതി എന്നുള്ളൊരു തോന്നൽ മാനേജേഴ്സിൽ ഉണ്ടായി എന്ന് വരാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബാരിയേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. ചെറുതാൻ